ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ബോർഡിലെ മറ്റ് അംഗങ്ങളും കുറ്റക്കാരാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ദിസ്ന സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഇന്ന് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. ജാമ്യ ഹർജിയിൽ പത്മകുമാർ വാദിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കൊക്കെ കൂട്ടുത്തരവാദിത്വമാണ്, താൻ മാത്രം എങ്ങനെയാണ് അതിൽ കുറ്റക്കാരനാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ജാമ്യം പരിഗണിക്കുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണാം? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഏറെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജിയിൽ പ്രധാനമായും വാദിക്കുന്നത് ദേവസ്വം ബോർഡിനും കൂട്ടുത്തരവാദിത്വമുണ്ട്, താൻ മാത്രം ഒറ്റയ്ക്കൊരു പ്രതിയാകുന്നില്ല എന്നൊരു വാദം തന്നെയാണ് ഈ CPM നേതാവും ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പത്മകുമാർ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. താൻ ഒറ്റയ്ക്ക് എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിയാവില്ല, കാരണം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. അന്ന് അധികാരത്തിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണോ അവരൊക്കെ തന്നെയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് വളരെ കൃത്യമായി പത്മകുമാർ പറയാൻ ശ്രമിക്കുന്നത് എന്നത് തന്നെയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതടക്കമുള്ള ബോർഡിന്റെ തീരുമാനം താൻ മാത്രം എടുത്തതല്ല, മറിച്ച് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ എടുത്തതാണ്. മാത്രമല്ല അതിൽ ഉന്നത അധികാരികൾക്കും പങ്കുണ്ട് എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രോഹിണി, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇനിയും പ്രതികൾ മുന്നോട്ട് വരാനുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത അധികാരികളിലേക്ക് അന്വേഷണം എത്തണം, അല്ലെങ്കിൽ പത്മകുമാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ മാത്രം ഇത് ഒതുങ്ങി പോകരുത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. മാത്രമല്ല രോഹിണി, ഏറ്റവും എടുത്തു പറയേണ്ടത് പല വിഷയങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആ വിഷയങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കാനുള്ളൊരു ശ്രമം, സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളിൽ പ്രധാനം താൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്, ഇതിനു പിന്നിൽ കൂട്ടുത്തരവാദിത്വമുണ്ട്, തനിക്ക് ഒറ്റയ്ക്ക് പ്രതിപട്ടികയിൽ വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ താൻ മാത്രമല്ല പ്രതി, കൂട്ടുത്തരവാദിത്വമാണ് ഇതിനു പിന്നിലെന്ന് ഉറച്ച വാദം മുന്നോട്ട് വയ്ക്കുകയാണ് പത്മകുമാർ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. രോഹിണി, ശരി ദിസ്ന, എന്തായാലും പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. ഈ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ കൂട്ടുത്തരവാദിത്തമാണുള്ളത്, അതിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകും എന്നുള്ള വാദങ്ങളാണ് ജാമ്യ ഹർജിയിലെ പത്മകുമാർ ഉന്നയിക്കുന്നത്.